മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കനൽ കടന്ന കനൽ വഴികൾ 5-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4-ാമത്തെ പാഠമാണ് ഇന്ന് പഠന വിധേയമാക്കുക. പുസ്തകത്തിലെ പേജ് നമ്പർ 69 മുതൽ 74 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠന വിധേയമാക്കുക. മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പാഠഭാഗം ഒന്ന് വായിക്കുമല്ലോ, അതിനാണ് പേജ് നമ്പരും കൃത്യമായിട്ട് പറയുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. നല്ലവനായ ഈശോയെ, നിൻ്റെ സഭയെ മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഞങ്ങൾ നിമിഷം കൂടുതൽ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ പഠനം ഞങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഞങ്ങളുടെ സഭയുടെ പൂർവിക പാരമ്പര്യങ്ങളെ മനസ്സിലാക്കുവാനും സഭയുടെ അന്തസ്സും പാരമ്പര്യവും യഥാവിധം മനസ്സിലാക്കി സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ സുവിശേഷ വേല മനോഹരമായി യഥാർത്ഥ ചൈതന്യത്തോടെ തീഷ്ണതയോടെ ചെയ്യുവാൻ വേണ്ട കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സഭയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച ശ്ലൈഹിക പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയെ നിന്നെ അനുഗമിക്കുവാനും നിൻ്റെ പാത പിന്തുടരുവാനുമുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആത്മാവിനെ നിമിഷം ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നല്ലവനായ ഈശോയെ, ധീരനായ മാർത്തോമാ ശ്ലീഹായിൽ നിന്നും ലഭിച്ച ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ അങ്ങയുടെ ശ്രേഷ്ഠനായിരുന്ന തോമാസ് ശ്ലീഹാ ലഭിച്ച ശ്ലൈഹിക പാരമ്പര്യവും അഭംഗുരം കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രത്യേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. 5-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. 4-ാമത്തെ പാഠം പാറയമാക്കൽ തോമാ കത്തനാരെഴുതിയ വർത്തമാന പുസ്തകം എന്ന ആദ്യത്തെ മലയാള യാത്ര വിവരണത്തിലെ 4-ാം പാഠമാണ്. മലങ്കര സഭയുടെ ചരിത്രത്തിലെ അതിദാരുണവും അന്യായവുമായൊരു സംഭവത്തെയാണ് ഈ പാഠത്തിൽ വിവരിക്കുക. ഇടപ്പള്ളി പള്ളി വികാരി ചാക്കോ കത്തനാരെ വരാപ്പുഴയിലെ മിഷണറിമാർ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഈ സംഭവത്തിൻ്റെ വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠന വിധേയമാക്കുന്നത്. 1. അന്യായമായ സംശയം. ചാക്കോ കത്തനാരും വരാപ്പുഴ പള്ളിയിൽ നടന്ന വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിനിടെ അൾത്താഴയിൽ വച്ചിരുന്ന സ്വർണ്ണ അരുളിക്ക കാണാതായി. തിരുനാളിന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരുന്ന സ്വർണ്ണ അരുളിക്കയാണ് കാണാതായിരിക്കുന്നത്. പാതിരിമാർ ആഘോഷത്തിന് ശേഷം പള്ളി പൂട്ടാൻ മറന്നതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. എന്നാൽ തിരുനാളിന് വന്നു മടങ്ങിപ്പോയ ഇടപ്പള്ളി വികാരി ചാക്കോ കത്തനാരെ സാലസ് പാതിരിയും മറ്റും സംശയിച്ചു. താൻ നിരപരാധിയാണെന്ന് അദ്ദേഹം ബോധിപ്പിച്ചിട്ടും ക്രൂരമായ പീഡനങ്ങൾ ഭയന്ന് അദ്ദേഹം ഇടപ്പള്ളി രാജാവിൻ്റെ കൊട്ടാരത്തിൽ അഭയം തേടി. 2-ാമത്തെ കാര്യം അധികാര ദുർവിനിയോഗവും മനുഷ്യാവകാശ ലംഘനവും. ചാക്കോ കത്തനാർ ഭയം മൂലം ഒളിച്ചുപോയതിനെ കുറ്റസമ്മതമായി മിഷണറിമാർ വ്യാഖ്യാനിച്ചു. സാലസ് പാതിരിയുടെ നേതൃത്വത്തിൽ ആയുധധാരികളായ ഗുണ്ടകൾ ഇടപ്പള്ളി രാജാവിൻ്റെ കൊട്ടാരം വളഞ്ഞ് കത്തനാരെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് അന്നത്തെ സഭാ നിയമങ്ങൾക്കും സാമാന്യ നീതിക്കും വിരുദ്ധമായിരുന്നു. 3-ാമത്തെ കാര്യം ക്രൂരമായ അന്ത്യവും സഭയുടെ മര്യാദകേടും.
കുറ്റം സമ്മതിക്കാത്തതിനാൽ ചാക്കോ കത്തനാരെ മുറിയിലിട്ട് പട്ടിണിക്കിട്ടു. മരണാസന്നനായ അദ്ദേഹം തൻ്റെ അവസാന കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും അനുവാദം ചോദിച്ചെങ്കിലും മിഷനറിമാർ അത് നിഷേധിച്ചു. പട്ടിണി കിടന്നു മരിച്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം പായയിൽ കെട്ടി പള്ളിപ്പറമ്പിലെ കുളക്കടവിൽ കുഴിച്ചുമൂടി. ഒരു പുരോഹിതന് നൽകേണ്ട ബഹുമതികളോ സഭാപരമായ ചടങ്ങുകളോ അദ്ദേഹത്തിന് നൽകിയില്ല. നാലാമത്തെ കാര്യം, ഇടപ്പള്ളി പള്ളിയുടെ പ്രതിഷേധം. തങ്ങളുടെ ഇടയനെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയതിനാൽ ഇടപ്പള്ളി പള്ളിക്കാർ പ്രതിഷേധിച്ചു. മിഷണറിമാർ പള്ളിയുടെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് രാജാവിനെ ഏൽപ്പിച്ചു. നീതിയുടെ കാവൽക്കാരനായ രാജാവിനെ അഭയം പ്രാപിക്കുന്നത് തെറ്റല്ലെന്ന് ഗ്രന്ഥകാരൻ വാദിക്കുന്നു. ഇതിൽ പ്രകോപിതരായ മിഷണറിമാർ പള്ളിക്ക് മുടക്ക് കൽപ്പിച്ചു. ഇത് വിശ്വാസികളെ വലിയ ദുരിതത്തിലാക്കി. അങ്കമാലി യോഗവും നീതിക്കായുള്ള അപേക്ഷയും. തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് അങ്കമാലിയിൽ മലങ്കര സഭയുടെ മഹാസംഗമം, അതായത് അങ്കമാലി യോഗം നടക്കുന്നത്. ഇടപ്പള്ളി പള്ളിക്കാർ അവിടെ എത്തി തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു. സഭയിലെ വിദേശ ആധിപത്യത്തിനെതിരെയും മിഷണറിമാരുടെ ക്രൂരതകൾക്കെതിരെയും ശബ്ദമുയർത്താൻ ഈ സംഭവം ഒരു പ്രധാന കാരണമായി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. പ്രധാനമായും മിഷണറിമാർ ഇടപ്പള്ളി പള്ളി വികാരിയായിരുന്ന ചാക്കോ കത്തനാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനുള്ള കാരണം എന്താണ് എന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പീഡിപ്പിച്ചതെന്നും കുറ്റം ആരോപിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായ രീതിയിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ചുരുക്കം മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 4-ാം പാദം 69-ാം പേജ് മുതൽ 74-ാം പേജ് വരെയുള്ള ഭാഗങ്ങൾ വായിക്കണം. അപ്പം കുറച്ചും കൂടെ ഇതിൻ്റെ സഭയുടെ ചരിത്രം കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ കാര്യം മറന്നു പോകരുതെന്ന് സൂചിപ്പിക്കുന്നു. നമുക്ക് ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഏതു പള്ളിയിലെ തിരുനാളിനിടെയാണ് സ്വർണ്ണ അരുളിക്ക കാണാതായത്? വരാപ്പുഴ പള്ളി. അരുളിക്ക മോഷണക്കുറ്റം ആരോപിച്ച് മിഷണറിമാർ പീഡിപ്പിച്ച വൈദികൻ ആര്? ഇടപ്പള്ളി പള്ളി വികാരി പുത്തമ്പുരയ്ക്കൽ ചാക്കോ കത്തനാർ. ചാക്കോ കത്തനാരെ പിടികൂടാൻ നേതൃത്വം നൽകിയ മിഷണറി പാതിരി ആര്? ഫ്രാൻസിസ്കോസ് സാലസ് പാതിരി. മിഷണറിമാരുടെ പീഡനം ഭയന്ന് ചാക്കോ കത്തനാർ എവിടെയാണ് അഭയം തേടിയത്? ഇടപ്പള്ളി രാജാവിൻ്റെ കൊട്ടാരത്തിൽ. ചാക്കോ കത്തനാരെ തടവിലിട്ട് കൊലപ്പെടുത്തിയത് എങ്ങനെയാണ്? ക്രൂരമായ മർദ്ദനത്തിനു ശേഷം ആഹാരവും വെള്ളവും നൽകാതെ പട്ടിണിക്കിട്ട്. മരണസമയത്ത് ചാക്കോ കത്തനാർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? കുമ്പസാരവും വിശുദ്ധ കുർബാനയും. ചാക്കോ കത്തനാരുടെ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തത്? വരാപ്പുഴ പള്ളിക്ക് പുറത്ത് പറമ്പിലുള്ള ഒരു കുളത്തിൻ്റെ കടവിൽ. 1774 പ്രൊപ്പഗാന്ധാ തിരുസംഘം മിഷണറിമാർക്ക് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു?
തദ്ദേശീയ വൈദികരോട് ക്രൂരമായി പെരുമാറരുത് എന്നും ശാന്തതയോടെ ഉപവിയോടും കൂടി പെരുമാറണമെന്നും. ചാക്കോക്കത്തനാർ ഓടിയൊളിച്ചത് കുറ്റസമ്മതമായി കണ്ട മിഷണറിമാരുടെ വാദത്തെ ഖണ്ഡിക്കാൻ ഗ്രന്ഥകാരൻ നൽകുന്ന ഉദാഹരണങ്ങളേവ: ദാവീദ് രാജാവ് സാവൂളിനെ ഭയന്ന് ഒളിച്ചതും സാവൂൾ ശത്രുക്കളെ ഭയന്ന് മരണം വരിച്ചതും. ഇടപ്പള്ളി പള്ളിക്കാർ പള്ളിയുടെ താക്കോൽ ആരെയാണ് ഏൽപ്പിച്ചത്? ഇടപ്പള്ളി രാജാവിനെ. എന്തുകൊണ്ടാണ് ഇടപ്പള്ളി പള്ളിക്കാർ അങ്കമാലിയിലെത്തിയത്? മിഷണറിമാർ പള്ളിക്ക് മുടക്ക് കൽപ്പിച്ചതിനാലും തങ്ങളുടെ സങ്കടങ്ങൾ മഹായോഗത്തെ ബോധിപ്പിക്കാനുമാണ്. നീതിയുടെ കാവൽക്കാരനായി രാജാക്കന്മാരെ ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്ന് ആരെ ഉദ്ധരിച്ചാണ് പറയുന്നത്? വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെ.